സിമ്പിൾ ആൻഡ് സ്മാർട്ടർ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലസ് ടുവിലെ എക്കണോമിക്സ് ആണ് നമ്മളിന്ന് ഫോളോ ചെയ്യുന്നതിൽ ഫസ്റ്റ് ചാപ്റ്റർ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് എക്കണോമിക്സ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്തിൻ്റെ ഉണ്ട്, വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷൽ, അതുപോലെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസ്, ഗ്രോത്ത് ഡെഫിനിഷൻ പോൾ എ സാമുവൽസൺ. അപ്പം ഓരോ ഡെഫിനിഷനും ആര് പറഞ്ഞു എന്നുള്ളത് നോക്കണം, അതൊന്ന് അറിഞ്ഞിരിക്കണം. ദെൻ the term economics owes its origin from the Greek word oikonomia, means household management. Economics emerged as a full-fledged social science in 1776 with the publication of Adam Smith's masterpiece, An Enquiry into the Nature and Causes of Wealth of Nations. അപ്പം എക്കണോമിക്സ് എന്നുള്ള ആ ഒരു വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒക്കിനോമിയ എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. അതുപോലെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് 1776 ആദം സ്മിത്ത് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള ബുക്കാണ്. ഫേമസ് ബുക്കാണ് എക്കണോമിക്സിൻ്റെ ഇതിൽ. പിന്നെ പറഞ്ഞ ബാക്കി ഡെഫിനിഷൻ ആരുടെ ആണെന്നുള്ള പേര് കൂടി നമ്മൾ നോക്കി വെക്കണം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. പ്രൊഫസർ ലയണൽ റോബിൻസ് ഡിഫൈൻസ് എക്കണോമിക്സ് ഇൻ ദ ഫോളോയിങ് വേ. Economics is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. അപ്പോൾ പ്രൊഫസർ ലയണൽ റോബിൻസ് എക്കണോമിക്സ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്കണോമിക്സ് ഈസ് എ സയൻസ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് സയൻസ് ആണ്. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. എൻഡ് ആൻഡ് സ്കേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കി അതിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ സ്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സുകളൊക്കെ എന്താണ്? സ്കേഴ്സ് ആണ്, മീൻസ് ലിമിറ്റഡ് ആണ്. വാൺസ് അൺലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്, നമുക്ക് റിസോഴ്സസും ഉണ്ട്. അപ്പോൾ അതാണ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഈ ഒരു പ്രോബ്ലത്തിനൊക്കെ ഉള്ള റീസൺസ് എന്തൊക്കെയാണ്? റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമുക്ക് റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ഓൾട്ടർനേറ്റീവ് യൂസസ്. റിസോഴ്സിന് പല യൂസസുകളുണ്ട്. ബട്ട് വാൺസ് ആർ അൺലിമിറ്റഡ്. ഓൾ വാൺസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ വാൺസും ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ വാൺ എന്ന് പറയുന്ന ആവശ്യം എന്ന് പറയുന്ന അൺലിമിറ്റഡ് ആണ്. പക്ഷേ റിസോഴ്സസ് എപ്പോഴും എന്തായിരിക്കും? ലിമിറ്റഡ് ആണ്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിനുള്ള റീസൺസ് എന്ന് പറയുന്നത്. 4 റീസൺസ് ആണ് ഉള്ളത്. ഇൻ ഷോർട്ട്, എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. ഷോർട്ടാക്കി നമ്മൾ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞാൽ സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് എന്നുള്ളതിൻ്റെ ഒരു സയൻസ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ലെറ്റ്സ് ആൻ എക്കണോമി ടു ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം. നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ അത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് ആർ പെർഫോം നോട്ട് ഫോർ ഇൻകം. ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളതൊക്കെ എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഇപ്പം കുട്ടികൾക്ക് വേണ്ടി അമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, അതൊരു നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല. നെക്സ്റ്റ് വൺ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എക്കോണമിയെ സംബന്ധിച്ച് സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് 3 പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. 3 സെൻട്രൽ പ്രോബ്ലംസ്. ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. Infinite goods and services are needed by an economy. It has to decide whether to produce food items or capital goods like machinery, whether to produce weapons for defense or to produce educational institutions or healthcare institution. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമ്മുടെ എക്കോണമിക്ക് ആവശ്യമാണ്.
ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് വെദർ ടു പ്രൊഡ്യൂസ് ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യണോ അതോ ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ടുള്ള മെഷീനറി ഒക്കെയാണോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഡിഫൻസിന് വേണ്ടിയിട്ട് വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യണോ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനാണോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണോ ഇനി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമുക്ക് ഉള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. So all the goods and services required for an economy cannot be produced. നമ്മുടെ എക്കണോമിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും നമുക്ക് റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സിൻസ് ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, എക്കോണമി മസ്റ്റ് ഡിസൈഡ് വാട്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് എക്കോണമി ഡിസൈഡ് ചെയ്യും ഏത് തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, ഏത് കോമ്പിനേഷനാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എക്കോണമി ഡിസൈഡ് ചെയ്യിക്കും. അതെന്തുമാത്രം ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും ആര് ഡിസൈഡ് ചെയ്യും? എക്കോണമി ഡിസൈഡ് ചെയ്യും. ഇപ്പോൾ എക്കോണമിയാണ് തീരുമാനിക്കുന്നത് ഏത് ഗുഡ് നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം ഡിഫൻസ് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ അവർ കൂടുതലും വെപ്പൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ എക്കോണമിയുടെ ആ ഒരു സാഹചര്യം നോക്കി ഏത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ എന്താണ് ആവശ്യം നോക്കിയിട്ട് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. കാരണം നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. സെക്കൻഡ് സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളൊരു പ്രോബ്ലമാണ് സെക്കൻഡ് എക്കോണമി ഫേസ് ചെയ്യുന്നത്. After taking decision regarding what goods and services are to be produced and in what quantity, the next question is how are these goods produced. അപ്പം എങ്ങനെയാണ് എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഇംപ്ലൈസ് എ ടെക്നോളജി ടു ബി അഡോപ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏത് തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ദർ ആർ ടു ഓൾട്ടർനേറ്റീവ് ടെക്നിക് ഫോർ പ്രൊഡ്യൂസിങ് എ ഗുഡ്. ദർ ആർ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. അപ്പോൾ ഏത് ടെക്നോളജി ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. രണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കുകളുണ്ട് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതിൽ ഫസ്റ്റ് വൺ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി, സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി. In labor intensive technology, more labor and less capital is used to produce a good. അപ്പം ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ കൂടുതൽ ലേബർ ആവശ്യമാണ്, ക്യാപിറ്റൽ കുറച്ച് മതി. While in capital intensive technology, more capital and less labor is used. അതേസമയം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ആകുമ്പോഴോ മോർ ക്യാപിറ്റൽ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ലെസ് ലേബർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നടക്കുന്നത്. ദ ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ഡിപ്പെൻഡ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ദ പ്രൈസ് ഇറ്റ് കമാൻഡ്സ് ഇൻ ദ എക്കോണമി. ഏത് ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചോയ്സ് എന്ന് പറയുന്നത്, ചൂസ് ചെയ്യേണ്ട ഏത് ടെക്നിക്കാണെന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഏത് ടെക്നിക്കാണ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നത്. തേർഡ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ദിസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഗുഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ് ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദിസ് ക്വസ്റ്റ്യൻ ഈസ് കൺസേൺ വിത്ത് ഹൗ ദ നാഷണൽ ഇൻകം ഈസ് അലോക്കേറ്റഡ് എമോങ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അല്ല വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസേൺ ചെയ്യുന്നത് നാഷണൽ ഇൻകം എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് രണ്ട് രീതിയിലും പറയാം. PPC അല്ലെ PPF ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നും പറയാം. The collection of all possible combination of the goods and services that can be produced from a given level of resources and a given level of technology is known as the production possibility set of the economy. നമുക്കുള്ള റിസോഴ്സസുകളും ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ആ ഒരു കോമ്പിനേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കളക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് സെറ്റ്, അതിൻ്റെ ഒരു ടേബിളാണ്. കുറച്ച് പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്, ഗുഡ് 1 തന്നിട്ടുണ്ട്, ഗുഡ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗുഡ് 1ഉം ഗുഡ് 2ഉം നോക്കാൻ നമുക്കറിയാം. ഗുഡ് 1 ഓരോ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് 2 എന്ന് പറയുന്നത് എന്താണ്, ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഏതെങ്കിലും ഒരു ഗുഡ് കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗുഡ് 2വിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ MOC, അതായത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഏത് ഗുഡ് ആണോ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് നോക്കാം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ അതർ ഗുഡ്. അതായത് ഒരു ഗുഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ ഏതൊരു ഗുഡ് ആണോ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലേ, അവിടെ ആ ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുവാണ്, ഡിക്രീസ് ചെയ്യുവാണ്. അപ്പോൾ അത് തന്നെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ് 2 ആണ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് 1 ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഗുഡ് 2 ഡിക്രീസ് ചെയ്യണം. അപ്പോൾ MOC കണ്ടുപിടിക്കുന്നത് ആ ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ 14 - 12 2, അപ്പോൾ 12 - 9 3, 9 - 5 4, 5 - 0 5. അപ്പോൾ ആ ഡിക്രീസ് ചെയ്യുന്ന ഗുഡ് ഏതാണോ അത് ഓരോ യൂണിറ്റ് എത്ര യൂണിറ്റ് വീതം ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ആ ഡിക്രീസ് ചെയ്ത് എത്ര യൂണിറ്റ് വെച്ചാണ് ഓരോ ലെവലിലും ആണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് എഴുതുന്നത്. ഗുഡ് 1ഉം ഗുഡ് 2 ആ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കിനും ആ ഗ്രാഫിൽ ഉണ്ടോ ഒരു കോൺകേവ് ടു ദ ഒറിജിൻ ആയിട്ടാണ്, ഒരു കോൺകേവ് ഷേപ്പാണ് വരുന്നത്. ആ ലൈനിന് മുകളിലോട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഗ്രോത്ത് അല്ലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ആ ലൈൻ വരുന്നത്, ആ പോയിന്റുകൾ വരുന്ന ആ ലൈൻ വരുന്നത് എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സസും, ആ വരയ്ക്ക് അടിയിലായിട്ട് വരുന്ന പോർഷന് അണ്ടർ യൂട്ടിലൈസേഷനും ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മുകളിലത്തെ പോയിന്റ് വരികയാണെങ്കിൽ ഗ്രോത്താണ്, ആ ലൈനിൽ തന്നെ വന്ന എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സ്, അതിന് അടിയിൽ വന്ന അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. The graph of production possibility set is known as production possibility frontier. അപ്പോൾ ഇതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആ ടേബിൾ നോക്കിക്കൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിക്കൊണ്ട് PPC അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് വരും. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ടു ദ ഒറിജിൻ ആയിരിക്കും. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും ആ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത്. കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, അതായത് ചേഞ്ചസ് വരുന്നതെല്ലാം ഇപ്പം സെയിം ആണ് എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൽ ആ ചേഞ്ച് വരുന്നതിൽ മാറ്റമില്ല, ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നില്ല. കോൺസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ് PPCയുടെ ഷേപ്പ് വരുന്നത്, കോൺവെക്സ് ടു ദ ഒറിജിൻ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ കോൺകേവ് ടു ദ ഒറിജിനും, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കോൺവെക്സ് ടു ദ ഒറിജിനുമാണ്. ആ ഓരോ ഷേപ്പും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. There are two kinds of economic analysis. രണ്ട് ടൈപ്പ് എക്കണോമിക് അനാലിസിസുകളുണ്ട്. ഫസ്റ്റ് വൺ പോസിറ്റീവ് എക്കണോമിക്സ്, സെക്കൻഡ് വൺ നോർമേറ്റീവ് എക്കോണമീസ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. പോസിറ്റീവ് എക്കണോമിക്സ്, വി അനലൈസ് ആൻ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഈസ് ദർ ഇസ് നോ വാല്യൂ ജഡ്ജ്മെൻറ്റ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് മാത്രമുള്ളതേ അനലൈസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ അവിടെ വാല്യൂ ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് എക്കണോമീസ് എന്ന് പറയുന്നത്. നോർമേറ്റീവ് എക്കണോമീസ് ഈ ഡീൽസ് എ എക്കണോമിക് പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ഔട്ട് ടു ബി, ദർ ഈസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്.
നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് പ്രോബ്ലം ഉണ്ടായി അത് എന്താണെന്ന് തിരക്കി അതിനുള്ള റീസൺസും അതിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. അപ്പോൾ അവിടെ എന്താണ് വാല്യൂ ജഡ്ജ്മെൻറ്റും ഉണ്ട്. അതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മാത്രം നോക്കുന്നത് പോസിറ്റീവ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ട് എന്നുള്ളതും സൊല്യൂഷൻസൊക്കെ കണ്ടുപിടിച്ചാൽ അത് നോർമേറ്റീവ് എക്കണോമിക്സ്. 3 ടൈപ്പ് എക്കണോമിക് സിസ്റ്റം ഉണ്ട്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസം അതിലെ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണേഴ്സാണ്. പ്രൈസ് മെക്കാനിസമാണ് അവിടെ, പ്രോഫിറ്റ് മോട്ടീവാണ്. അവിടെ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ പ്രൈവറ്റ് ഓണേഴ്സാണ്. സോഷ്യലിസം എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടറാണ്. സൊല്യൂഷൻ പ്ലാനിംഗ് ആണ്. മോട്ടീവ് സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് സോഷ്യലിസം. പബ്ലിക് സെക്ടറാണ് പ്ലേയേഴ്സായിട്ട് വരുന്നത്. മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റും പബ്ലിക്കും ഉണ്ട്. പ്രൈസ് മെക്കാനിസം ആൻഡ് പ്ലാനിങ്ങും വരുന്നുണ്ട്. മോട്ടീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മോട്ടീവും വരുന്നുണ്ട്, സോഷ്യൽ വെൽഫെയറും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് മിക്സഡ് എക്കോണമി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.